കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കേട്ടു അല്ലേ? സ്വന്തം മോളുടെ കല്യാണത്തലേന്ന് ഒരു അമ്മ അവിടെ കട്ട് ചെയ്ത കേക്ക് തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നുള്ളത്. ഒരു പക്ഷേ അവിടെ കൂടി ഏതെങ്കിലും ഒരാൾക്കൊരു അതിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനോ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാം പഠിച്ചവൻ്റെ അടുത്താണ്. കഴിഞ്ഞിരുന്നെങ്കിൽ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ടായിട്ട്. ഇതുപോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചോക്കിങ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് അത് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് അവസാനം ശ്വാസം കിട്ടാതെ മരിച്ചു പോകുന്നൊരവസ്ഥ തടയാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അത് ആർത്തിയോടെ എടുത്ത് കഴിക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടാവും. എപ്പോഴാണ് ഈ ഒരു ചോക്കിങ് സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു ഭക്ഷണം അങ്ങോട്ട് എടുക്കുമ്പം അത് നമുക്കറിയാം, അന്നനാളവും ശ്വാസനാളവും മുന്നിലും ബാക്കിലുമായിട്ട് നിൽക്കുകയാണ്. ഇത് നമ്മുടെ ശ്വാസനാളത്തിലൊരു തടസ്സം സൃഷ്ടിച്ച് അവസാനം നമുക്കൊരു ബ്രീത്തിങ് എടുക്കാൻ ബുദ്ധിമുട്ട് വരികയും അപ്പോൾ അവസാനം നമുക്ക് ഓക്സിജൻ കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു 4 മിനിറ്റ് കൊണ്ട് മരണം സംഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു 4 മിനിറ്റിൽ ഈ ഓക്സിജൻ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ബ്രെയിൻ എന്താക്കും? ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ അവിടെ നിലനിൽപ്പുണ്ടാവില്ല. പിന്നെ എന്നിട്ട് അതിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിശ്ചലമായിട്ട് മരണം വരെ സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഈ ചോക്കിങ്ങിൻ്റെ ഏറ്റവും റിസ്ക് ഉള്ളത് ആർക്കൊക്കെയാണ്? ഒന്ന് ഭയങ്കര പ്രായം കൂടിയ ആൾക്കാർ, 2 കുട്ടികൾ, കാരണം സ്വാലോ ചെയ്യാനൊരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് ഇതുകൊണ്ട് ഇത് വരാം. അല്ലെങ്കിൽ വളരെ വേഗത്തിൽ തിന്നുക, അല്ലെങ്കിൽ തിന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുക. ഇത്തരം ഘട്ടത്തിലൊക്കെയാണ് ഈ ചോക്കിങ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഈ ഒരു ചോക്കിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ പതിയെ സാവധാനം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുക. ഫാസ്റ്റിൽ കഴിക്കേണ്ടതില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആരോടും സംസാരിക്കേണ്ട. ആ സംസാരമൊക്കെ ആ സമയത്തായിട്ട് മാറ്റി വെക്കുക. പിന്നെ ഒരു കേക്കൊക്കെ മുറിക്കുക, അല്ലെ ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കഴിക്കാൻ നോക്കുക. ഒറ്റയടിക്ക് വലിയൊരു പീസ് എടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെറിയ കുട്ടികളും വല്ലാണ്ട് പ്രായം കൂടിയ ആൾക്കാരും ഭക്ഷണം കഴിക്കുമ്പം നമ്മളൊരു സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം. ഒരു ചോക്കിങ് സംഭവിച്ചാൽ നമ്മൾ കൊടുക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ളൊരു ബോധ്യവും അറിവും നമുക്കുണ്ടായിരിക്കണം. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് തന്നെ അവർ ആശുപത്രിക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിന് മുമ്പായിട്ട് ഹെംലിച്ച് മാനോവർ എന്ന് പറയുന്ന അബ്ഡോമിനൽ ത്രഷ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി. If someone is choking, you can stand behind them, wrap your arms around their waist, and shove your fist upward just above their belly button. This sudden impact forcefully pushes air from the lungs up into the throat. The pressure builds as air accumulates behind the food until it dislodges the blockage, which clears the airway.